ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ അടുപ്പിലാണ് ചെയ്യണത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടാവൂലേ, അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നുമില്ല, നമുക്ക് മതി തോന്നുമ്പോൾ നിർത്തുക അത്ര തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു തരി, ക്യാമറയുടെ ചെറിയൊരു ക്ലിയർ കുറവുണ്ട്. ഓക്കെ ചൂടായ മേലെ ഇട്ട് കൊടുക്കാം. ചൂടായില്ല തോന്നുന്നുണ്ട് കേട്ടോ, അവലോ പൊട്ടിയില്ല. ഇപ്പം നമ്മളെ ഉലുവ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂട്ടി നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഒരു ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. അതിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കളക്കി കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. വെയിറ്റ് ചെയ്യാം. അതിനിടക്ക് മോന് കളിക്കാൻ സാധനങ്ങൾ ചോദിച്ചു വന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തക്കാളി കൊണ്ട് കൊടുന്നത്. ഇങ്ങനത്തെ കുഞ്ഞ് തക്കാളിയായ കാരണം ഞാനിത് 3 എടുത്തിട്ട് 2 നല്ല വലുത് നോക്കിയിട്ട് എടുത്തിട്ട് കേട്ടോ. ഇനി ഇത് ഉള്ളിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആക്കാല്ലേ? പേസ്റ്റ് അതാകുമ്പോ കറിക്ക് ഇത്തിരി കട്ടി. പിള്ളേര് ഇവിടെ ബാക്കിൽ വന്ന് തൂങ്ങുന്നുണ്ട്. അവരെ ബഹളങ്ങളാണ് കേൾക്കണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 എണ്ണൊക്കെ ചെറിയ ഉള്ളിയായിരുന്നു, നല്ല കുഞ്ഞിയ ഉള്ളിയായിരുന്നു. 25 ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം. നമ്മൾ ഉള്ളി ഇങ്ങനെ വാടി എടുക്കാം. ഇപ്പോൾ എണ്ണ കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാലോ റമീസ? കുറച്ച് എണ്ണ ഒഴിക്കാം, ഉള്ളി വാടണ്ടേ. മതി. ഈ ഉള്ളി വാടാനുള്ള എണ്ണ അന്ന് കുറവെന്ന് തോന്നിട്ടോ ഒഴിച്ചു കൊടുത്തതാണ്. ഇപ്പൊ നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഞാൻ ഇതുപോലെ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വേപ്പിൻ്റെ നമ്മൾ പൊട്ടിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ പൊട്ടി വേപ്പില്ല പൊട്ടി. ഓണാണോ? ക്യാമറ വേണം ചോദിച്ചാട്ടെ, ഞങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് പോയത്. വേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആകണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. എന്തിനാ കുട്ടികൾ തല്ലുകൂടിയായിരുന്നു? സമയത്തിലേക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ല. നല്ല രീതിയിൽ മണം വന്നിട്ടാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടാൽ മതി. കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും മുളക് പൊടി ഒരേ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. അവനവിടെ വാശി പിടിക്കേണ്ട തോന്നണം ആദ്യം. അത് കുറച്ച്
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം മസാലക്ക് നല്ലോണം ചൂടാട്ടെ കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ കറി വെക്കുക? ഇത് ഞങ്ങളുടെ ഒരു തട്ടിക്കൂട്ട് കറി. പിന്നെ ഇതെല്ലാതും കൂടിയിട്ട് ഇങ്ങനെ വഴറ്റാതെ വെറുതെ ഇങ്ങനെ കൂട്ടി തിരുമ്മിട്ട് അങ്ങനെ വെക്കും കേട്ടോ. പക്ഷെ അതിനെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ വെക്കുമ്പോഴാണ്. പിന്നെ സബോള ഉപയോഗിക്കാണ്ടിരിക്കാറ് നല്ല ഉപയോഗിക്കുന്നത് മധുരത്തിൻ്റെ ഒരു മസാലപ്പൊടി ചങ്കിലൊക്കെ കാറിലെടുത്തിട്ടാട്ടെ ചുമക്കണേ. പുളി ഒഴിക്കാറ്. അപ്പോൾ നല്ലോണം ഇതായി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാ മറ്റേ വാളൻപൊടി ഇല്ല അതിൻ്റെ ജ്യൂസാണ് കേട്ടോ. മുളക് വെച്ചാൽ നല്ല തിളച്ച് വറ്റി വരണം കേട്ടോ. എന്നാലും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാല്ലേ? കട്ട് ചെയ്തിക്കാണോ? അല്ലല്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാധാ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വറ്റി വരണം. നമ്മളിപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെളിച്ചെണ്ണ. അപ്പം ഞാൻ തിളച്ചിട്ട് ആ എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞു വരും. ആ സമയത്ത് തന്നെ ഇത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെടുത്തിട്ട് അതിയോടെ വാശി പിടിക്കുന്നു. എവിടെ മീൻ? ഒരാൾ നമ്മളെ വീട്ടിലെ താരം. മീമി കറി വെക്കാം നമുക്ക്. കാണാനില്ല മീമി. ബാബിയോട് ചോദിച്ചു മീമി എവിടെയെന്ന്. ബാബി മീമി താന്ന് പറയും. ബാബിയോട് മീമി താന്ന് പറയും. മീമി കൂട്ടാൻ വെക്കണ്ട നമുക്ക്. മീമി ചേട്ടൻ വന്നില്ല മീമി വെച്ചാന് പാത്രം എടുത്ത് മീമി വെച്ചാന് നോക്കിയിട്ടിടാം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തിളക്കുന്നവരെ വയ്ക്കുക കേട്ടോ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ എന്ത് മീനാണ് കറി വെക്കണമെന്ന് പറഞ്ഞില്ല കേട്ടോ. തെറ്റാ. നമ്മളിന്ന് മുള്ളനാണ് കേട്ടോ കറി വെക്കുന്നത്. ഇത് നന്നായി തിളച്ചിട്ട് കറി ഒന്ന് വറ്റി വരട്ടെ. മുള്ളൻ തന്നെ ആവും പറയുക. പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളെ കൂട്ടാനിവിടെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ ഇടേണ്ട സമയമായിട്ടുണ്ട്. ആവി വരുന്ന കാരണം കറക്റ്റായിട്ട് കാണുന്നില്ല. കുറച്ച് നേരം നമ്മൾ പറഞ്ഞ മീൻ ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ മുള്ളൻ. നിങ്ങളുടെ നാട്ടിലിതെന്താ? മീമി കൂട്ടാനിട്ടിട്ടാ വേവട്ടെ കേട്ടോ. പൊരിച്ചേർത്ത് മീമി മാമൻ്റെ കൂടെ തിന്നാണ്. അയ്യോ മീമി പോയി കാണല്ല. ഇത് മീനൊന്നും വെന്ത് വരട്ടോ. മീൻ അധികം വേവില്ല കേട്ടോ. അപ്പൊ അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്നാണ്ട് തിളച്ചാൽ മതി. അപ്പത്തിന് മീൻ വേവും. വന്നിട്ടുണ്ട് നമ്മളെ കറി തിളച്ചിട്ട് എണ്ണൊക്കെ നല്ല തെളിഞ്ഞ് വെന്തിട്ടുണ്ട്. കണ്ടോ? മീൻ അധികം വേവിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ചാൽ ഇത് ഉടഞ്ഞു പോകും. നമുക്ക് ഇറക്കാല്ലേ? വഴറ്റിയിട്ട് വെച്ചാൽ അത് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. രണ്ട് വേപ്പില തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കണം. അധികം ഒന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ മതി. പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ചോദ്യം തൽക്കാലം അതുവരെ അത് ഇരുന്ന് പുറത്ത് പോകാം. നല്ല തനി നാടൻ രീതിയിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ മീൻകറി ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്ത ആൾക്കാരാണെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വരും. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസൊക്കെ ആവശ്യമുണ്ട് വെച്ചെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്, മടി കാണിക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്.